വിഷു ഒക്കെ അല്ലേ, ഡാഡിനെ നമുക്കൊരു കണി കാണിച്ചാലോ? അങ്ങനെ വിഷു ദിനത്തിൽ ഡാഡിയോട് പറയാതെ കേട്ടോ ഞാൻ വീട്ടിലേക്ക് വരുന്നത്. ആരും കളിയാക്കില്ലെങ്കിൽ ഒരു സത്യം പറയാം, വലിയ ബിൽഡപ്പിലൊക്കെ വന്നെങ്കിലും കേരളത്തിലെ ചൂട്ടിലെത്തിയപ്പോഴേക്കും വീഡിയോ എടുക്കാനുള്ള ത്രാണിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു ചൂട്, ഒരു മയത്തിലൊക്കെ വേണ്ടേ. കാലവും മാറി കോലവും മാറി ക്ലൈമറ്റ് വരെ മാറി. പക്ഷേ എല്ലാ വർഷവും വിഷുവിന് വീട്ടിൽ ഒരു പാത്രം നിറയെ ഉണ്ണിയപ്പം എത്തുന്ന ഈ പരിപാടിക്ക് മാത്രം ഒരു മാറ്റമില്ല. ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരേ ഒരു ഹിന്ദു ഫാമിലിയാണ് മിനിയാൻറ്റിയുടെ. മിനിയാൻറ്റി തന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു പാത്രം നിറയെ ഉണ്ണിയപ്പം എല്ലാ വർഷവും ഞങ്ങൾക്ക് കൊണ്ടുതരാറുണ്ട്. ഇന്നും കറക്റ്റ് ടൈമിൽ ഞാൻ വന്നതുകൊണ്ട് അത് കഴിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കോളേജിൽ പഠിക്കുന്ന കാലത്തും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് തറവാട്ടിലേക്കായിരിക്കും. അവിടെ എൻ്റെ അമ്മച്ചിയുണ്ട് കേട്ടോ. ഡാഡിക്ക് കൊടുത്ത സർപ്രൈസ് പാളിപ്പോയെങ്കിലും അമ്മച്ചി ശരിക്കും ഞെട്ടി. അമ്മച്ചി ഞെട്ടൽ കാണിച്ചൊന്നുമില്ല, എന്നാലും അമ്മച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുമെന്ന്. തലേദിവസം വരെ ഞാൻ UK-ലാണെന്ന് പറഞ്ഞ് കോൾ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അമ്മച്ചി ഇത്തവണ നന്നായി വിശ്വസിച്ചു. അങ്ങനെ കുറേ കാലം കൂടി കാരണന്മാരെ എല്ലാവരെയും കണ്ടു വളരെ ഹാപ്പിയായി. ഇനി അധികം വ്ലോഗ്സ് ഒന്നും എടുക്കാനുള്ള സമയമില്ല കേട്ടോ, ആകെ 2 ആഴ്ചയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ പിന്നെ കാണാം.